അപ്പോൾ ദാണ്ടെ നമുക്ക് കിട്ടിയ ആ 1 ലിറ്റർ പ്യുവർ കൗ മിൽക്ക് മിൽമയുടെ നമ്മുടെ പുതിയൊരു രൂപത്തിലും ഭാവത്തിലും ഒക്കെ വന്നിരിക്കുന്ന ഒരു പാക്കറ്റാണിത്. പ്യുവർ കൗ മിൽക്കാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് മിൽമയുടെ ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് തയ്യാറാക്കി നോക്കാം. ഓക്കെ, ഇത് അവർ പറയുന്നത് ഒരു 15 മിനിറ്റ്സ് ആണ് ടൈം പറയുന്നത്. നമുക്കത് ചെയ്യാം. അപ്പോൾ ആദ്യം അടുപ്പ് കത്തിക്കാം. പാൻ വെച്ചു. എന്നിട്ട് നമുക്ക് ഈ 1 ലിറ്റർ പാല് പാനിലേക്ക് ഒഴിക്കാം. പ്യുവർ കൗ മിൽക്കാണ്, പശുവിൻ പാലാണ്. നല്ല കട്ടി പശുവിൻ പാലാണ്. ഇതിൽ വേറെ ഒന്നും നമുക്ക് ചേർക്കുകയൊന്നും വേണ്ട. പാലങ്ങോട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് ഈ ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് പൊട്ടിച്ചതിലോട്ട് ഇടാം. ശരിക്കും തിരക്കിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന എന്താ പറയുക വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്രദമാണ് ഇങ്ങനെയുള്ള കുറേ ഐറ്റംസ് വിപണിയിൽ ഇപ്പോൾ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ ജോലി തിരക്കും വീട്ടിലെ തിരക്കും ഷൂട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്ന സ്ത്രീകൾക്കും ഒക്കെ വീട്ടിലെ ജോലിയും കഴിഞ്ഞിട്ടാണ് ഓഫീസിലേക്ക് ഓടുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ രാവിലെ നമ്മൾ ഭയങ്കര ധൃതിയിലാണ് ഈ ജോലി ചെയ്യുന്നത്. അത് ഈ ജോലി ചെയ്യാൻ പോകുന്ന എല്ലാ വീട്ടമ്മമാർക്കും അറിയാതെ നമ്മളൊക്കെ ഇങ്ങനെ ഇനി എന്താ പറയുക രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മറ്റേ കീ കൊടുക്കത്തില്ലേ, പാവയ്ക്ക് കീ കൊടുക്കുന്ന പോലെയാണ് എന്ന് പറഞ്ഞു ഓടി നമ്മളിതെല്ലാം സെറ്റാക്കിയിട്ടാണ് പിന്നെ ജോലിക്ക് ഓടുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ എളുപ്പമാണ് ഇങ്ങനെയുള്ള ഇൻസ്റ്റൻ്റായിട്ട് വരുന്ന പാക്കറ്റ്സിൽ വരുന്ന ഇപ്പോൾ അതും വളരെ എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ള ഇതായിട്ടാണ് ഇപ്പോൾ ഇറക്കുന്ന ഒരുവിധം എല്ലാം. എന്നാൽ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ മിൽമേഡ് ഐറ്റംസ്, മിൽമേഡ് ഇപ്പം ഓട്സ് ഉപ്പുമാവൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റുന്ന ഓട്സും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓരോ റെസിപ്പി ആയിട്ട് ഇവിടെ. ഇപ്പോൾ എനിക്കിവിടെ പാലടയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പാലൊന്ന് തിളച്ചിട്ട് വേണം നമുക്കിത് പൊട്ടിച്ചിടാൻ. ഇതിലൊന്നും പ്രത്യേകിച്ച് ആഡ് ചെയ്യേണ്ടതെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ എന്നാലും നമുക്കെല്ലാവർക്കും സത്യം പറഞ്ഞാൽ ഈ പായസത്തിൽ കിടക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഇച്ചിരി കൂടുതൽ ഇഷ്ടമല്ലേ. ഇപ്പോൾ വീട്ടിലാണെങ്കിലും പായസം ഉണ്ടാക്കുമ്പോൾ മക്കളൊക്കെ ആദ്യം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ കൈ കിട്ടുന്ന പറക്കി കഴിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഇത്തിരി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഇച്ചിരി കൂടുതൽ ഇടാമെന്ന് വിചാരിച്ചു. പാക്കറ്റിൽ അധികം കാണത്തില്ലല്ലോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇത്തിരി നല്ല ശുദ്ധമായ പശുവിൻ നെയ്യ്, അത് നമ്മുടെ മിൽമയുടെ പശുവിൻ നെയ്യിൽ ഇത്തിരി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്ന് സോട്ടേ ചെയ്തിട്ട് അതും കൂടെ ലാസ്റ്റ് പായസത്തിൽ ഇടാം. കാരണം ദീപനൊക്കെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ദീപനും നവീനും ഒക്കെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇച്ചിരി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം പാലൊന്ന് തിളച്ച് വരാൻ വേണ്ടി. അപ്പോൾ പെട്ടെന്ന് തിളച്ച് വരും. നല്ല ചൂടായി. ഇതിലേക്ക് നമുക്കിടാം. അപ്പോൾ പാല് നല്ല ചൂടായതിലേക്ക് നമ്മൾ ദാണ്ട ഇൻസ്റ്റൻറ്റ് പാലട മിക്സ്, മിൽമയുടെ ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് ആഡ് ചെയ്യാൻ പോവാണ്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൽ നമ്മൾ വേറെ പഞ്ചസാര ഒന്നും ചേർക്കണ്ട, വേറെ പ്രത്യേകിച്ച് നെയ്യിൽ വഴറ്റണ്ട, ഒന്നും ചെയ്യണ്ട. നേരെ ഡയറക്റ്റ് തിളച്ച പാലിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവർ കുക്കിംഗ് ടൈം ഇതിൽ എഴുതിയിരിക്കുന്നത് 15 മിനിറ്റ്സ് ആണ്. നമുക്ക് നോക്കാം എത്ര സമയം കൊണ്ടാവും. എങ്ങനെയുണ്ട് ഇൻസ്റ്റന്റ്? എളുപ്പമല്ലേ ഇത്? നമുക്ക് മറ്റേ നമ്മൾ അടയൊക്കെ 1 ലിറ്റർ അതിന്റെ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ലിറ്റർ മിൽമ പാൽ ഒഴിച്ചു. കറക്റ്റ് നല്ല തിളച്ചു പാല് നല്ല ചൂടായി വന്നപ്പോൾ അതിനെ പൊട്ടിച്ചിട്ടു. എന്നിട്ട് അതിനെ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കുറുക്കിയെടുക്കണം. അവർ ടൈം പറഞ്ഞിരിക്കുന്നത് 15 മിനിറ്റ് ആണ്. ഇത്തിരി ഏലക്കപ്പൊടി ഇട്ടു. ഇത്തിരി മതി. മതി മതി മതി. ലേശം ഇതെന്തോ നോക്കട്ടെ. ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തിളച്ച് പൊങ്ങും. ഇല്ലല്ല ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ തിളച്ച് പൊങ്ങും. അപ്പോൾ ദാണ്ടെ നമ്മുടെ മിൽമയുടെ ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് റെഡി ടു സെർവ്. എന്നിട്ട് എല്ലാവരും ഒന്ന് കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ പറയട്ടെ. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അവിടെ പോയി ബീന ചേച്ചിയുടെ ഉപ്പുമാവ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഓഫ് ചെയ്തു. അടച്ചു വെക്കണ്ടേ? പൂച്ച കയറുമല്ലേ? പൂച്ചയാ ഇവിടെ കുറെ പൂച്ച, കണ്ടം പൂച്ചകളും. ഇത് പക്ഷെ തിളച്ച് കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പൂച്ച വന്നിട്ട് ചാടത്തില്ല. ഇങ്ങനെ ഇരിക്കട്ടെ. അടുക്കളയിൽ പോയി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഡൺ.